ഈ കോട്ടാത്തല ചേട്ടൻ പറഞ്ഞത് 101% ശരിയാണ് കേട്ടോ. എൻ്റെ ഉമ്മ 72 മണിക്കൂർ ലേബർ റൂമിൽ ചിരിച്ച് കളിച്ചിരുന്നിട്ടാണ് എന്നെ പ്രസവിച്ചത്. ആ ഡെലിവറി കഴിഞ്ഞ് പോകുമ്പോൾ ഡോക്ടർ മോളെ ഇനി ഒരു അംഗത്തിന് ബാല്യമില്ല എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞു വെച്ചത്. എന്തിനേറെ പറയുന്നു, 5.5 കൊല്ലം മുന്നേ എപ്പിഡ്യൂറിലെടുത്ത് ഡെലിവറി ചെയ്തിട്ട് കൂടെ കാറി കൂവിയിട്ടാണ് ഞാനും പ്രസവിച്ചത്. ഇനി അടുത്ത എൻജോയ്മെന്റ് ഉള്ള ഒരു പീരീഡാണ് ഗർഭകാലം. ഒരു 60-70% സ്ത്രീകൾക്കൊക്കെ ഫസ്റ്റത്തെ ഒരു 3-4 മന്ത്സിൽ ഛർദ്ദിച്ച് തൊണ്ട പൊട്ടി ചോര വന്നിട്ട് ഒരു ഫുഡ് ഇറക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തും. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത നടുവേദന, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ. വളരെ എൻജോയ്മെന്റ് ഉള്ള ഒരു പീരീഡാണ് അതൊക്കെ. വീട്ടിലുള്ള സ്ത്രീകൾ ഇങ്ങനത്തെ കഷ്ടപ്പാട് പറയുമ്പോഴാണല്ലോ ഇതൊക്കെ ആണുങ്ങൾ അറിയാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ കോട്ടത്തല ചേട്ടന്റെ മാരാർ ചേട്ടന്റെ ഭാര്യയോ അമ്മയോ ഒക്കെ വേണമെങ്കിൽ ചിരിച്ചോട് പ്രസവിച്ചിട്ടുള്ള സ്ത്രീകളായിരിക്കും. ആ കണക്കിന് അവർക്കൊരു മെഡൽ കൊടുക്കണം. 1990-കൾക്ക് മുന്നേ വരെയൊക്കെ കാലത്ത് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റും മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റും കേരളത്തിൽ ഉണ്ടായിരുന്നത് 1000 ആളുകൾ പ്രസവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ 100-ൽ കൂടുതൽ മരണങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴത്തെ അവസ്ഥ അതല്ല. ഏറ്റവും കൂടുതൽ കുറവ് മരണങ്ങൾ നടക്കുന്നത് നമ്മുടെ കേരളത്തിലാണ്. അതായത് വേൾഡിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്ന സ്ഥലമാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ പൊന്നു ചേട്ടന്മാര് ഈ പണ്ടത്തെ കഷ്ടപ്പാടുകളും സഹനതകളും ഈ റൊമാൻറ്റിസൈസ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതങ്ങനെ നിർത്താൻ നോക്കുക.